ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും മിസ്സാവാതെ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് പശുവിൻ പാലാണ്. ഞാൻ ഫുൾ ഫാറ്റിൻ്റെ പാൽ 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ. പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ ഇവിടെ നമ്മളൊരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നെയ്യ് 3 ടേബിൾ സ്പൂൺ. ഏലക്ക ക്രഷ് ചെയ്തത് 1/2 ടീസ്പൂൺ. കുറച്ച് ബദാമും കാഷ്യൂനട്ടും, ഞാനിത് രണ്ടും 10 വീതമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഉപ്പ് 2 നുള്ള്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 കിലോ ക്യാരറ്റ് ഉണ്ട്. ഇതേപോലെ നല്ല കളറുള്ള ക്യാരറ്റ് വേണം നോക്കി വാങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന സ്ഥലത്തു നിന്ന് നല്ല കളറുള്ള ക്യാരറ്റ് നോക്കി വാങ്ങാം. ഞാനിപ്പോൾ ഇത് ലുലു മോളിൽ നിന്ന് ഊട്ടി ക്യാരറ്റ് എന്ന് പറയുന്നൊരു ക്യാരറ്റാണ് വാങ്ങിച്ചത്. നമ്മൾ വാഷ് ചെയ്തെടുത്ത് വെച്ച എല്ലാ ക്യാരറ്റും നന്നായിട്ട് വെള്ളം മാറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. അതേപോലെ തന്നെ നെയ്യാണെങ്കിലും ബട്ടർ ആണെങ്കിലും അധികമായി പോകരുത്. ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന 10 വീതം ബദാമും കാഷ്യൂനട്ടും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് മൊരിയിച്ചെടുക്കരുത്. ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ കാഷ്യൂനട്ടും ബദാമും ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിനെ നെയ്യിൽ നിന്ന് കോരി മാറ്റാം. നമ്മളിതിലേക്ക് നെയ്യും പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. മധുരവും നെയ്യും ഒക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വീറ്റ് കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുത്തു പോകും, അധികം കഴിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നല്ല ഫൈനായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ആകെ 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ക്യാരറ്റിനെ നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അധികമായി പോകരുത്. ജസ്റ്റ് 1-2 നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഈ ക്യാരറ്റിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഇടവിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് ഇതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വരട്ടിയെടുത്തു. ഇപ്പോൾ ക്യാരറ്റിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർക്കുന്നത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഏലക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും മിക്സാക്കുക. ഇതിനെ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നത് വരെ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിനെ വീണ്ടും നമുക്ക് വരട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഇതിനെ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതാണ്. കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഫുൾ ഫാറ്റിൻ്റെ പശുവിൻ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മിൽമ പാലോ വീട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പശുവിൻ പാലോ ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് തിളപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മളൊരു 6-7 മിനിറ്റ് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചു. ഇതിപ്പോൾ കണ്ടില്ലേ, പാലിൻ്റെ അളവ് ഏകദേശം പകുതിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് പാല് കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരുന്നത് വരെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
ഇപ്പം നമ്മൾ വീണ്ടും ഏകദേശം ഒരു 10-12 മിനിറ്റോളം ഇതിനെ കുക്ക് ചെയ്തു. ഇതിപ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് തന്നെ പാല് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിന് തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് വരണം. ഈ സമയത്ത് ഇതിൻ്റെ മധുരം നോക്കാം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ എടുത്ത ഈ ഒരു അളവിന് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ധാരാളം മതിയാവും. നമ്മളിപ്പോൾ ഒരു 3-4 മിനിറ്റും കൂടെ ഇതിനെ കുക്ക് ചെയ്തു. ഇതിപ്പോൾ റെഡി ആയിട്ടില്ല. ഇത് അവസാനം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പാനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടി പിടിക്കാതെ വിട്ടുപോരുന്ന ആ ഒരു സ്റ്റേജ് വരെയാണ് ഇതിനെ കുക്ക് ചെയ്യേണ്ടത്. ഇതേപോലെ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാൻ മറക്കരുത്. ഇപ്പോൾ വീണ്ടും ഒരു 3-4 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് നെയ്യിൽ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. റേസിൻസ് ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ നെയ്യിൽ വരട്ടിയ ശേഷം ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ക്യാരറ്റ് ഹൽവ സെർവിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ക്യാരറ്റ് ഹൽവ റെഡിയായി കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ ഹൽവയൊക്കെ കഴിക്കുന്ന പോലെ മുറിച്ചല്ല, ഇത് സ്പൂണിൽ കോരിയിട്ടാണ് കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അളവുകളൊക്കെ കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.